SNDP യോഗവും വെള്ളാപ്പള്ളി നടേശനുമൊക്കെ ഈഴവരെ ഈ സംഘികളാക്കിയെന്നാണ് ഇപ്പോൾ പൊതുവെ ഒരു പ്രചരണം കേൾക്കുന്നത്. എന്നാൽ ജിഹാദികളുടെ ഭാഗത്തുനിന്ന് മറ്റൊരു പ്രചരണം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതായത് ഈഴവർ എന്ന് പറയുന്നത് ഹിന്ദുക്കളല്ല എന്നത്. ഇപ്പോൾ കുമാരനാശാനും ഗുരുവും ഒക്കെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ സാർ അതിനെ എങ്ങനെയാണ് വിലയിരുത്തുക? ഇത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഈ ജിഹാദി കൂട്ടം കഴിഞ്ഞ കുറേ നാളായിട്ട് ഇന്ത്യയിലാകമാനം, പണ്ട് ഇത് ഇവിടെ ഈ പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യൻസൊക്കെ വന്ന് ചെയ്തിരുന്നു, ഈ ഹിന്ദുക്കളിൽ നിന്ന് നാടാന്മാരെയൊക്കെ തിരുവിതാംകൂറിലൊക്കെ മതം മാറ്റാനായിട്ട്. ഹിന്ദുക്കളിലെ ഈ പിന്നാക്ക വിഭാഗം എന്ന് പറയുന്നവരെയൊക്കെ ക്രിസ്ത്യാനികളാക്കാനായിട്ട് 19-ാം നൂറ്റാണ്ടിലൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, കരം ഒഴിവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതുപോലെ ജോലിയോ സംവരണോ അങ്ങനെ പല കാര്യങ്ങളും ഓഫർ ചെയ്തിട്ട് മാറ്റുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ സ്വർഗത്തിൽ പോവാം, മോക്ഷം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ ഒരു പ്രത്യേക ദിവാൻ്റെ കാലത്ത് ഇത് വളരെ രൂക്ഷമായിട്ട് നടന്നുകൊണ്ടിരുന്നു. കാരണം ബ്രിട്ടീഷുകാരാണല്ലോ ദിവാൻമാർ, മറ്റേ റെസിഡൻ്റായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു വേറൊരു പതിപ്പായിട്ടാണ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമം പത്രത്തിൽ ഒരു ദലിതനെ കൊണ്ട് രാമായണത്തിനെതിരെ, രാമായണത്തിൻ്റെ സംസ്കൃത പണ്ഡിതനാണെന്നൊക്കെ ഭാവിക്കുന്ന ഒരാളെ കൊണ്ട് ഇത് എഴുതിക്കുന്നുണ്ടായിരുന്നു. രാമനെ അവമതിക്കുന്ന ലേഖനങ്ങളാണ് അത്. രാമായണ മാസം ഇവിടെ കൊണ്ടാടുന്നത് ഹിന്ദുക്കൾ രാമനെ ആരാധിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. വാൽമീകി രാമായണത്തിൽ വാൽമീകി എഴുതി വച്ചിരിക്കുന്ന രാമൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ആയ രാമനെയാണ്. രാമൻ സാധാരണഗതിയിൽ ഇപ്പോൾ അദ്ദേഹം ക്ഷത്രിയ ധർമ്മം അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥനായ ഒരു രാജാവായിരുന്നു. ക്ഷത്രിയ ധർമ്മം അദ്ദേഹം അനുഷ്ഠിക്കുമ്പോൾ അദ്ദേഹം പലതും ചെയ്തിട്ടുണ്ട്. ബാലിയെ കൊന്നിട്ടുണ്ട്. ഉത്തരരാമായണം പ്രക്ഷിപ്തമാണെന്നുള്ള ഭാഗത്ത് മറ്റേ ശംഭൂകനെ കൊല്ലുന്ന ഭാഗമൊക്കെ വരുന്നുണ്ട്. കാരണം ക്ഷത്രിയൻ്റെ ധർമ്മം എന്ന് അന്ന് പറയപ്പെട്ടിരുന്നത് എന്താണോ അത് അന്ന് നിർവഹിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഈ ആധുനികമായ അളവുകോലുകൾ നോക്കിയിട്ട് കാര്യമില്ല. ഈ രാമൻ്റെ ജീവിതം എന്താണ്? ഇപ്പോൾ രാമൻ്റെ ജീവിതത്തിൽ ആഹ്ലാദം, സന്തോഷം എന്ന് ഒരു നിമിഷം പോലും അറിയാത്ത ഒരാളാണ് രാമൻ. മറ്റുള്ളവർ വന്നിട്ട് ഇത് രാക്ഷസന്മാരെ ആക്രമിക്കുന്നു, മറ്റേവരെ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രാമൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ രാമൻ ഉടനെ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുകയാണല്ലോ. പ്രജകൾക്ക് വേണ്ടിയായിരുന്നു. ഓരോരുത്തർ ചെല്ലുന്നു. എന്നിട്ടൊരു പ്രജ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭാര്യയെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ആളാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ ജനകൻ്റെ മകളാണ്. ജനകൻ്റെ മകൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഈ ഫിലോസഫി, തത്വം നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ശരിക്കും അവർ രാമൻ്റെ ഗുരു തന്നെയാണ് സീത. അപ്പോൾ അങ്ങനെയാണ് രാമായണത്തിലും കാണുന്നത്. അവർ രാമൻ്റെ ഗുരുവായിട്ട് തന്നെയാണ്. പലപ്പോഴും രാമൻ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ അംഗീകരിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ അവരെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഒരു പ്രജ ഒരു ആരോപണം ഉന്നയിച്ചു എന്നുള്ളതുകൊണ്ട്. കാരണം ഭരിക്കുന്ന ആള് അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ഭരിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണല്ലോ. ഒന്നും കൊണ്ടുപോകുന്നില്ല ഈ രാജ്യത്ത് നിന്ന്. അപ്പോൾ ഉപേക്ഷിക്കുമ്പോൾ തന്നെ രാമൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഗുരുവായ വാൽമീകിയുടെ ആശ്രമത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഗുരു നോക്കിക്കോളുമല്ലോ അവർ മോചിപ്പിക്കപ്പെടുന്നത് വരെ എന്നുള്ള ചിന്തയാണ് അതിൻ്റെ അകത്ത്. പക്ഷെ ഇപ്പോഴും രാമന് സമാധാനമില്ല രാജ്യത്ത്. ഈ ജിഹാദികളെ കൊണ്ട് ഇപ്പോൾ രാമന് സമാധാനം ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോൾ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കളിൽ നിന്ന് ഈ ദലിതരെ, ഈഴവർ മുതലുള്ള ആളുകളെ മുഴുവൻ അടർത്തി മാറ്റുക. നിങ്ങൾ ഹിന്ദുക്കളിൽ പെടില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക. എന്നിട്ട് ഹിന്ദുക്കളിൽ നിന്ന് അടർത്തി മാറ്റുക. പതുക്കെ ഇവരെ മുഴുവൻ മതം മാറ്റുക. ഇതാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും ജിഹാദികളുടെയൊക്കെ അജണ്ട. ആ അജണ്ടയിൽ ചിലർ ചെന്ന് ചേർന്നിട്ടുണ്ട്. എന്നിട്ട് അവരുടെയൊക്കെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും ഒക്കെ ചിലപ്പോൾ അവരുടെയൊക്കെ പേറോളിലൊക്കെ ഇവർ കാണാം. ഹിന്ദു മതത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഛിദ്രമുണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ പണ്ട് ഈ SNDPയുടെ ഇപ്പോൾ ഇവരെടുത്തിരിക്കുന്നത്, ഇപ്പോൾ ചില സെമിനാറിൽ ചില പ്രസംഗങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈഴവർ ഹിന്ദുക്കളല്ല
എന്നാണ്. അത് ഈ രാമായണത്തിനെ പറ്റി ഇപ്പോൾ രാമനെ പറ്റി ചീത്ത എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഹിന്ദുക്കൾ ഈഴവർ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞൊരു തിയറി. ഇതിന് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1934 കാലത്ത് 40 ആ പഴയ കാലത്ത് ഈഴവർക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു. നമ്മൾ സ്വതന്ത്ര സമുദായമാണ്, നമ്മൾ മതം മാറണം. ഇപ്പോൾ CV കുഞ്ഞിരാമനെ പോലുള്ളവർ നമ്മൾ ഇസ്ലാമായാൽ പോലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു. മിതവാദി C കൃഷ്ണൻ കോഴിക്കോട് നിന്നുള്ള മിതവാദിയുടെ പത്രാധിപരായിരുന്ന ധനാഢ്യനാണ്, ബാങ്കറാണ്. അങ്ങേര് പറഞ്ഞിരുന്നത് നമ്മൾ ബുദ്ധമതത്തിൽ ചേരണം എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ബുദ്ധമതത്തിൽ ചേരുകയും ചെയ്തു പിൽക്കാലത്ത്. പക്ഷേ അദ്ദേഹം ബുദ്ധമതത്തിൽ ചേരണം എന്ന് പറഞ്ഞ് SNDPയിൽ പ്രമേയമൊക്കെ അവതരിപ്പിച്ച കാലത്ത് കുമാരനാശാൻ മതപരിവർത്തന രസവാദം എഴുതുന്നത് ആ കാലത്താണ്. അങ്ങനെയല്ല, നമ്മൾ ഹിന്ദുമതത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നാണ് കുമാരനാശാൻ പറയുന്നത്. നാരായണ ഗുരുവിനെ നോക്കുക, നാരായണ ഗുരു ഈശാവാസ്യോപനിഷത്ത് പരിഭാഷപ്പെടുത്തിയ ആളാണ്. അദ്ദേഹം അത്ര അഭിപ്രായമൊന്നും പറയുന്നില്ല. അതെ, അദ്ദേഹം ഹിന്ദുക്കളുടെ കൂടെ, കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തത്തിൽ ജീവിത സത്ത നോക്കിയാൽ അദ്ദേഹം ആലുവ അദ്വൈത ആശ്രമത്തിൽ 1924 ഈ സർവമത സമ്മേളനം നടത്തുന്നുണ്ട്. ആ സർവമത സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം പണ്ഡിറ്റ് ഋഷിറാമിനെ, ആര്യസമാജത്തിൻ്റെ നേതാവായ പണ്ഡിറ്റ് ഋഷിറാമിനെ കൂടി അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അദ്ദേഹം ദയാനന്ദ സരസ്വതിയായിട്ട് സംസാരിക്കുന്നുണ്ട് ആര്യസമാജത്തിൻ്റെ. അദ്ദേഹം ടാഗോറിനെ പോലുള്ള ആളുകളോട് സംസാരിക്കുന്നുണ്ട്, ഗാന്ധിയോട് സംവദിക്കുന്നുണ്ട്, ഇല്ലേ? അതെ അതെ. എത്രയോ കാലം ആശാനെ കൂടെ കൊണ്ടു കിടന്നതും ആശാനെ ഹിന്ദുമതത്തിൽ തന്നെ ഇവർ രണ്ടുപേരും, ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും ശരിക്കും ഈഴവരെ ഈ മതപരിവർത്തനം നടത്തണം എന്ന് പല ആളുകളും, ഈഴവ പ്രമാണിമാർ പലരും പറഞ്ഞുകൊണ്ടിരുന്ന ആ കാലത്ത് തന്നെ ഈ ഹിന്ദുമതത്തിൽ ഈഴവരെ ഉറപ്പിച്ചു നിർത്തിയ ശക്തികളാണ് ഈ നാരായണ ഗുരുവും കുമാരനാശാനും. അതാണ് ഞാൻ മറ്റേ ഹിന്ദുമതത്തിൽ ഉറപ്പിച്ച, ഹിന്ദുത്വയിൽ ഉറപ്പിച്ച കുമാരനാശാൻ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗുരു പിന്നെ കുമാരനാശാൻ്റെ പാരമ്പര്യം തന്നെ, അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ് ചെറിയ പ്രായത്തിൽ. അത് കഴിഞ്ഞ് സംസ്കൃതമൊക്കെ പഠിച്ചതാണ്. ഗുരു തന്നെ മുൻകൈ എടുത്ത് അദ്ദേഹത്തിനെ മൈസൂരിൽ പഠിക്കാൻ അയച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം ബംഗാളിൽ പോയി പഠിച്ചതാണ്. അദ്ദേഹം എത്രയോ സ്തോത്രങ്ങൾ എഴുതിയിരിക്കുന്നു. ഗുരു എഴുതിയിരിക്കുന്നത് എത്രയോ സ്തോത്രങ്ങൾ എഴുതിയിരിക്കുന്നു അദ്ദേഹം. ഹിന്ദു ദൈവങ്ങളെപ്പറ്റി, ദേവിമാരെ പറ്റിയൊക്കെയല്ലേ അദ്ദേഹത്തിൻ്റെ സ്തോത്രങ്ങൾ. ഇവിടുത്തെ അമ്പലങ്ങളിലെ അദ്ദേഹത്തിൻ്റെയും കുമാരനാശൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഐത്തോച്ചാടനം അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ അകത്ത് ആവശ്യമുള്ള പരിഷ്കരണം നടക്കണം എന്നുള്ളതാണ്. അതാണ് ദുരവസ്ഥയിലും പറഞ്ഞത്. മാപ്പിള ലഹളയ്ക്കെതിരായ, മാപ്പിള ക്രൂരതയ്ക്ക് എതിരായ മറ്റേ കാവ്യമാണ് ദുരവസ്ഥ. അതുകൊണ്ടാണ് അദ്ദേഹം അത് വിലക്ഷണ കൃതിയാണ് എന്ന് കുമാരനാശാൻ പറഞ്ഞത്. രാഷ്ട്രീയ കൃതിയായതുകൊണ്ടുകൂടിയാണ്, സാധാരണ എഴുതുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞാണ്. അതിൻ്റെ അകത്ത് പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ചാത്തൻ്റെയും സാവിത്രിയുടെയും കഥ പറയുമ്പോൾ ഈ ഉച്ചനീചത്വങ്ങൾ ഹിന്ദുമതത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ്. മാത്രമല്ല, കുമാരനാശാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന് ആകെയുള്ള പ്രാധാന്യം ശങ്കരാചാര്യർ ഇവിടെ ജനിച്ചു എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കുമാരനാശാൻ. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇവര് ഹിന്ദുമതത്തിലൊരു പരിഷ്കാരം വേണം, അങ്ങനെയാണെങ്കിൽ ഹിന്ദുമതം നിലനിൽക്കും, നമ്മളും ഹിന്ദുമതത്തിന്റെ ഭാഗമാണെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ഇത് 1934 SNDPയുടെ സംഘടനാ സെക്രട്ടറി ആയിരുന്ന ഈ മാധവൻ പട്ടണക്കാട് തീയ യുവജന സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗമായിട്ട് നടത്തി. ആ അധ്യക്ഷ പ്രസംഗം വിപുലീകരിച്ചിട്ട് സ്വതന്ത്ര സമുദായം എന്ന് പറഞ്ഞൊരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചു. അത് 2011 തൃശ്ശൂരെ സാഹിത്യ അക്കാദമി വീണ്ടും പ്രസിദ്ധീകരിച്ചു, ഈ സ്വതന്ത്ര സമുദായം എന്നുള്ളത്. ഈ സ്വതന്ത്ര സമുദായം എന്ന് പറഞ്ഞാൽ ഈ മാധവൻ്റെ ഈ ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നവോത്ഥാന കാലത്തെ മതപരിവർത്തനവാദങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ B ബാലേന്ദ്രൻ എഡിറ്റ് ചെയ്ത പുസ്തകമാണ്. ഇതിൻ്റെ അകത്ത് മതപരിവർത്തന രസവാദവും ഉണ്ട്. അതുപോലെ ഈഴവർ ഹിന്ദുക്കളല്ല, ഈ മാധവൻ എഴുതിയ
ആ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ? എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈഴവർ ഹിന്ദുക്കളല്ല എന്നുള്ള പ്രബന്ധത്തിൽ ഈ മാധവൻ അന്ന് പറഞ്ഞത് ശ്രീബുദ്ധന്റെ ധർമ്മരശ്മി പ്രസരണം കൊണ്ട് പ്രശോഭിതമായ സിംഹള നാട്ടിൽ നിന്നും കുടിയേറിപ്പാർത്ത തെയ്യർ ഹിന്ദുക്കളാകുവാൻ സ്വയം വിസമ്മതിക്കുകയോ വർണ്ണാശ്രമ മാനികളായ ഹിന്ദുക്കൾ ഇവരെ തങ്ങളുടെ മതത്തിൽ ചേർക്കാതെ ദൂരെ നിർത്തുകയോ ചെയ്തതിനാൽ അവർ ഇന്ന് ഹിന്ദു മതത്തിലെ തീണ്ടൽ ജാതിക്കാരിൽ ഒരു കൂട്ടരായി തീർന്നിരിക്കുന്നു. ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ നാം പ്രവേശിക്കാനായി ചെന്നാൽ പൂജയും കോലാഹലവും എല്ലാം മുടക്കി ക്ഷേത്രവും അടച്ചുപൂട്ടി അവർ ഓടിക്കളയുന്നു. പൂജയും കാര്യവും മുടങ്ങിയാലും വേണ്ടില്ല, നമ്മൾ അടുക്കരുതെന്നേ അവർക്ക് നിർബന്ധമുള്ളൂ. സ്കൂൾ പ്രവേശനത്തിന് നാം ചെന്നാൽ പാഠവും മതിയാക്കി സവർണർ വീട്ടിൽ പോകുന്നു. റോഡുകളിൽ നടക്കാൻ ചെന്നാൽ അവരുടെ നടപ്പും കൂടി മതിയാക്കി അവർ റോഡ് അടച്ചു കെട്ടിക്കളയുന്നു. നാമമാത്രമായിട്ടെങ്കിലും ഇങ്ങനെ ഹിന്ദുക്കളാണെന്ന് സമ്മതിച്ചു പോയ മഹാ അപരാധത്തിൻ്റെ തീരാശാപങ്ങളാണ് ഇന്ന് നാം അനുഭവിച്ചു വരുന്ന അവശതകളെല്ലാം. ഇനി ഏതായാലും ആരാൻ്റേതായ മതം നമുക്ക് ആവശ്യമില്ലെന്നാണ് നമ്മുടെ ഇന്നത്തെ വാദം എന്ന് അദ്ദേഹം പറഞ്ഞത് 1934-ലാണ്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം വന്നു. ക്ഷേത്രപ്രവേശന വിളംബരം വന്ന ശേഷം ഇവിടെ എന്നിട്ടും ദളിതർ ക്ഷേത്രങ്ങളിൽ കാണുന്നില്ല എന്ന് ഗാന്ധി കണ്ടിട്ട് ഗാന്ധി വന്നിട്ട് തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ പ്രസംഗിച്ചത് എന്താണെന്നറിയാമോ? ക്ഷേത്രപ്രവേശനം കൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശനം കിട്ടിയിരിക്കുന്നത് ഈഴവർക്ക് മാത്രമാണ്, അത് പിന്നോക്കക്കാർക്കില്ല. പിന്നെയും പറയരും പുലേരും ഒക്കെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാത്തതിന് നിങ്ങളാണ് കാരണം, നിങ്ങളത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് തിരുവനന്തപുരത്ത് വന്നിട്ട്. ടെണ്ടുൽക്കറുടെ ഗാന്ധിയുടെ ബയോഗ്രഫിയിൽ ഈ പ്രസംഗങ്ങളുണ്ട്. ഈ പ്രസംഗങ്ങൾ അതുകൊണ്ട് ഗാന്ധിയെ വലുതായിട്ട് ഈ സമുദായത്തിലുള്ളവർ അംഗീകരിക്കാറില്ല പലപ്പോഴും ഇത്തരം പ്രസംഗങ്ങളിലുകൊണ്ടാണ്. ഗാന്ധി ഇതൊക്കെ കാരണം അയിത്തം എന്ന് പറയുന്നത് ഒരാളുടെയും കുത്തകയൊന്നും അല്ലായിരുന്നു, അത് ബ്രാഹ്മണരുടെ കുത്തകയൊന്നും അല്ലായിരുന്നു. ഈഴവർക്ക് ഈഴവരുടേതായ അയിത്തമുണ്ട്. ഈഴവ ക്ഷേത്രങ്ങളിൽ പിന്നെ അതിൽ താഴെയുള്ളവരെ കയറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗുരു എത്ര സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു. ഈ വടക്കൻ പറവൂരിലെ ഈഴവ ക്ഷേത്രത്തിൽ, കാക്കനാട്ട് കുടുംബത്തിൻ്റെ ഈഴവ ക്ഷേത്രത്തിൽ പുലേരെ പ്രവേശിപ്പിക്കണം എന്ന് ഗുരു പറഞ്ഞപ്പോൾ ഗുരുവിനെതിരെ കാക്കനാട്ട് കുടുംബം കൊണ്ട് കേസ് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തു. ഇത് കോടതിയിൽ കേസ് നടക്കുന്നുണ്ടായിരുന്നു. ഗുരു ഹാജരാകണ്ട എന്ന് മജിസ്ട്രേറ്റ് നിലപാടെടുത്തുകൊണ്ട് ഗുരുവിന് ഫിസിക്കലായിട്ട്, പക്ഷെ ഗുരുവിൻ്റെ അവസാന കാലത്താണ്. അത് കഴിഞ്ഞ് അദ്ദേഹം സമാധിയുമാവുന്നു. അപ്പൊ ക്ഷേത്രപ്രവേശനം വിളംബരം എന്ന് പറഞ്ഞാൽ പൊതുക്ഷേത്രങ്ങളുണ്ടല്ലോ, പൊതുക്ഷേത്രങ്ങളുടെ പ്രവേശനത്തെ പറ്റിയിട്ടുള്ളതാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. ഈഴവർക്ക് ഈഴവരുടെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. സാധു ഓമല് ദളിത ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ഈഴവ ശിവനെ ഗുരു പ്രതിഷ്ഠിച്ചതുപോലെ അങ്ങനെ. അപ്പോൾ ഓരോ സമുദായത്തിനും കേരളത്തിൽ അവരുടേതായ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ക്ഷേത്രങ്ങളിലൊക്കെ അവർക്ക് പ്രവേശിക്കാമായിരുന്നു. അല്ലാതെ ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കണ്ട എന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ലായിരുന്നു. ഇവിടെ തന്നെയുള്ള 1000 ആണ്ട് പഴക്കമുള്ള ക്ഷേത്രങ്ങൾ പല സ്ഥലത്തും, ധീവരർക്കൊക്കെ ഉണ്ടല്ലോ കേരളത്തിൽ പല സ്ഥലത്തും ഇപ്പോഴും നമ്മൾ പോകുമ്പോഴൊക്കെ പലയിടത്തും കാണാം. അപ്പോൾ ക്ഷേത്രങ്ങൾ അതിൻ്റെ ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറഞ്ഞത് പൊതുക്ഷേത്രങ്ങളെ സംബന്ധിച്ചിട്ടാണ്. എന്നിട്ടും പ്രവേശനം ദലിതർക്കും പറയർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഗാന്ധി വന്ന 1937 ജനുവരിയിൽ 15 ദിവസം അദ്ദേഹം തിരുവിതാംകൂറിൽ താമസിക്കേണ്ടി വന്നു. അദ്ദേഹമാണ് ഈ ദലിതരെയും കൊണ്ട് ഈ ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോയത്. അതും ഇവിടുത്തെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിപ്പോൾ അധികം നീട്ടാതെ കുമാരനാശാൻ പലപ്പോഴായി വിവേകോദയത്തിൽ ഹിന്ദുമതത്തിന് വേണ്ടി എഴുതിയിട്ടുള്ള ഏതാനും മുഖപ്രസംഗങ്ങൾ മാപ്പിള സാഹിത്യത്തിൻ്റെ ഏടുകളിൽ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഞാൻ എടുത്ത് ചേർത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏതാനും ഭാഗം മാത്രം പറയാം. വിവേകോദയം 1083 തുലാം മതപ്രസംഗം എന്നാണ് ഈ മുഖപ്രസംഗത്തിൻ്റെ ശീർഷകം. സമുദായത്തിൻ്റെ എല്ലാവിധ ശ്രേയസ്സുകൾക്കും അസ്ഥിഭാരം മതമാകുന്നു. മതത്തിൻ്റെ സഹായം കൂടാതെ ലോകത്തൊരു ജനസമുദായവും ഔന്നത്യത്തെ പ്രാപിച്ചിട്ടില്ല. അതിനാൽ സമുദായ പരിഷ്കാര വിഷയത്തിൽ സർവോപരി പ്രാധാന്യം കൽപ്പിക്കേണ്ടത് മതത്തിനാകുന്നു. അതിലും വിശേഷിച്ച് ഹിന്ദുക്കളുടെ ഇടയിൽ സാമുദായികമായി ചെയ്യപ്പെടുന്ന ഏതു പരിഷ്കാര ശ്രമത്തിൻ്റെയും സാഫല്യത്തിന് മതം ഒഴിച്ചുകൂടാത്തതാകുന്നു. ഇന്ത്യയെ ഉയർത്തണമെങ്കിൽ മതമാകുന്ന അതിൻ്റെ കൈപ്പിടിയിൽ തൂക്കിയിട്ട് തന്നെ വേണം എന്നാണ് വിശ്വവിഖ്യാതനായ വിവേകാനന്ദ സ്വാമികൾ
അവകാശപ്പെട്ടിട്ടുള്ളത്. വിവേകാനന്ദനെ ആണ് ഉദ്ധരിക്കുന്നത് കുമാരനാശാൻ. ഹിന്ദുക്കൾക്ക് അഭിമാനഹേതുകമായി വല്ലതും ശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രാചീനവും പരിശുദ്ധവുമായ മതം ഒന്ന് മാത്രമാകുന്നു. ഹിന്ദുക്കൾക്ക് ശേഷിച്ചിട്ടുള്ള ഹിന്ദു മതമാണ്. അപ്പോൾ ഇത് കുമാരനാശാൻ അതിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് എന്നാൽ ഇത്ര വിശിഷ്ടമായ ഒരു മതത്തെ, ഈ മതം വിശിഷ്ടമാണെന്നാണല്ലോ, ഇത്ര വിശിഷ്ടമായ ഒരു മതത്തെ അവലംബിച്ചിരിക്കുന്ന ഹിന്ദുക്കളിൽ സാമാന്യമായിട്ടെങ്കിലും ജ്ഞാനം സമ്പാദിച്ചവർ എത്ര പേരുണ്ടായിരിക്കും? ഇവരിൽ എത്ര പേർ മതാചാരങ്ങളെ നിയമേന അനുഷ്ഠിച്ചു വരുന്നവരായി കാണപ്പെടുന്നുണ്ട്? അദ്ദേഹം ചോദിക്കുകയാണ്. ഇതിന് ഒരു ഉപശമം ഉണ്ടാക്കണമെന്ന് കരുതി ഞങ്ങൾ വിവരം ഹിന്ദുമത പ്രസംഗകനായ കരുവാ കൃഷ്ണനാശാൻ അവർകളെ തെര്യപ്പെടുത്തി. കരുവാ കൃഷ്ണനാശാനും ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. അദ്ദേഹം ഹിന്ദുമത പ്രസംഗകനാണ്. അദ്ദേഹത്തെ ഇതൊക്കെ പ്രസംഗിക്കാൻ ഞങ്ങൾ ചുമതലപ്പെടുത്തി. അതനുസരിച്ച് അദ്ദേഹം ചെങ്ങന്നൂരിലെത്തി മുറക്കി പ്രസംഗങ്ങൾ നടത്തി വരികയായിരുന്നു. കുമാരനാശാൻ എഴുതുക, നമ്മുടെ മതസംബന്ധമായ ചുമതല വിവേകോദയം 1084 മകരം. കുമാരനാശാൻ എഴുതുന്നത്. ഏതായാലും നമ്മുടെ മതത്തെപ്പറ്റി അറിവുണ്ടെങ്കിൽ, ഇത് സ്വതന്ത്ര സമുദായം അല്ല എന്നുള്ളതാണല്ലോ കുമാരനാശാൻ പറയുന്നത്. നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതം. ഏതായാലും നമ്മുടെ മതത്തെപ്പറ്റി അറിവുണ്ടെങ്കിൽ ഒരുത്തനും മതം മാറാൻ ധൈര്യപ്പെടുകയില്ലെന്നുള്ളത് നിശ്ചയമാണ്. ഹിന്ദുമതത്തിനെ പറ്റി എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ മതം മാറേണ്ട ആവശ്യമില്ല. അതിങ്ങനെ പരിവർത്തനം നടത്താൻ വരുന്നവരെ അംഗീകരിക്കില്ല. വിദ്വാൻമാർക്കും അവിദ്വാൻമാർക്കും ധനവാന്മാർക്കും ദരിദ്രന്മാർക്കും സുഖികൾക്കും ദുഃഖികൾക്കും ഒരുപോലെ ആശ്വാസത്തെയും ആശയെയും ജനിപ്പിക്കത്തക്കവണ്ണം സർവതോമുഖമായ വ്യാപ്തിയും മഹാത്മ്യവുമുള്ള മതം ഹിന്ദുമതത്തെ പോലെ മറ്റൊന്നും ലോകത്തിൽ ഇല്ലെന്നുള്ളത് അറിഞ്ഞിട്ടുള്ളവരെല്ലാം സമ്മതിച്ചിട്ടുള്ളതാകുന്നു. എല്ലാവർക്കും, ബുദ്ധിയില്ലാത്തവർക്കും പണമുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ ആശ്വാസത്തെയും ആശയെയും ജനിപ്പിക്കുന്ന സർവതോമുഖമായ വ്യാപ്തിയും മഹാത്മ്യമുള്ള മതം ഹിന്ദുമതമാണ്. കുമാരനാശാൻ എഴുതിയിരിക്കുന്നതാണ്. അതുകൊണ്ട് സമുദായ രക്ഷയെ ഉദ്ദേശിച്ച് മതതത്വത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാകുന്നു. ഹിന്ദുമത തത്വം ഈഴവരെ ബോധ്യപ്പെടുത്തണമെന്ന് അതിനുള്ള ശ്രമം ഉണ്ടാവണം. കുമാരനാശാൻ പറയുന്നത് അതല്ലേ വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമുദായ സ്നേഹികളായ ധനവാന്മാർ യോഗ്യതയുള്ള മതപ്രസംഗരെ പ്രത്യേകം സഹായിക്കുക. ഹിന്ദുമത പ്രസംഗകർക്ക് പൈസ കൊടുക്കുക എന്ന്. ക്ഷേത്രങ്ങളുടെ വരവിൽ നിന്ന് മതബോധത്തെ വർദ്ധിപ്പിക്കുന്നതിനായി ഗണ്യമായ ഒരു അംശം ചെലവ് ചെയ്ത് അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യുക. ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്ന് ഹിന്ദുമതത്തെ പ്രോത്സാഹിപ്പിക്കുക. 3, സമുദായ സ്നേഹമുള്ള വിദ്വാൻമാർ പ്രതിഫലത്തെ അപേക്ഷിക്കാതെ ഈ വിഷയത്തിൽ കഴിയുന്ന അത്ര സ്വയമേവ യത്നിക്കുക. ഹിന്ദുമതത്തിൽ തന്നെ തുടരാൻ യത്നിക്കുക. അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഈ കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും ഒക്കെ ഈ ഈഴവ സമുദായത്തെ ഇത്ര ഉറപ്പിച്ച് നിർത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ലേ? അപ്പോൾ ഈ ജിഹാദികളുടെ ഈ ഇത്ര ആഹ്വാനങ്ങൾ, ഈ പ്രചരണങ്ങളൊക്കെ എന്തെങ്കിലും വിലപ്പോവെന്ന് നമുക്ക് പറയാൻ പറ്റും? അത് വിലപ്പോവാനൊന്നും ഒരു സാധ്യതയില്ല. കാരണം അതാ ഞാൻ പറയുന്നത്, ഈ മതപരിവർത്തന രസവാദം അദ്ദേഹം സമുദായത്തിലെ തന്നെ വലിയ പ്രമാണിയായ മിതവാദി ശ്രീകൃഷ്ണൻ, മിതവാദി ശ്രീകൃഷ്ണൻ മലബാറിലായതുകൊണ്ട് വേണമെങ്കിൽ തീയനാണ്. അപ്പോൾ ശ്രീകൃഷ്ണനോട് തന്നെ തർക്കിച്ച് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയതാ, പരിഹാരം നിർദ്ദേശിച്ചു കഴിഞ്ഞാണ്. മതപരിവർത്തന രസവാദത്തിൽ നിന്ന് 2-3 ഭാഗം ഞാൻ വായിക്കാം. മറ്റേത് മുഖപ്രസംഗങ്ങളാണല്ലോ. മതപരിവർത്തന രസവാദത്തിൽ കുമാരനാശാൻ പറയുക, ക്രിസ്ത്യാനി മതത്തിൽ ചേർന്ന പുലേരും പറയരും നമ്മുടെ നാട്ടിൽ പലയിടത്തും ഉണ്ട്. മതപരിവർത്തന രസവാദം ആ കാര്യരുമ്പുകളെ ഇനിയും തങ്കമാക്കിയിട്ടില്ല. അവർ മതം മാറിയിട്ട് അവർ സ്വർണ്ണമൊന്നും ആയിട്ടില്ല. ബുദ്ധമതത്തെപ്പറ്റി നിങ്ങൾ പറയുമ്പോഴൊക്കെ അതിൻ്റെ നിർദോഷ ഭാഗങ്ങളെ മാത്രവും ഹിന്ദുമതത്തെപ്പറ്റി പറയുമ്പോൾ ദോഷാംശങ്ങളെ മാത്രവും ഉദാഹരിക്കുന്നതായി കാണുന്നു. ആണ് രാമന്റെ, ഞാനീ പറഞ്ഞ അദ്ദേഹം സന്തോഷം ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറയില്ല. പ്രജകൾക്ക് വേണ്ടി ജീവിതം ത്യജിച്ചു, വേറെ കാര്യങ്ങളാണ് പറയുന്നത്. അത് വാൽമീകി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് പുതുതായിട്ട് കണ്ടുപിടിക്കാനൊന്നുമില്ലല്ലോ. ഈ താരതമ്യ വിവേചന രീതി ശാസ്ത്രീയമോ ധർമ്മ്യമോ അല്ല. അതായത് ഹിന്ദുമതത്തിലെ കുറ്റം മാത്രം പറയുന്നത് ശരിയല്ലെന്ന്. ഇത് അറിയാതെ വരുന്നതാണെങ്കിൽ പരിഹരിക്കേണ്ടുന്ന ന്യൂനതയും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ നിന്ദ്യമായ ഒരു അപരാധവുമാകുന്നു. ദുരവസ്ഥയിലോ ചണ്ടാല ഭിക്ഷയിലോ എന്നല്ല, എൻ്റെ ഏതെങ്കിലും കൃതികളിൽ മതത്തെ ഉപലംബിച്ചു ഞാൻ ചെയ്യുന്ന നിർദ്ദേശങ്ങളെല്ലാം മതപരിഷ്കരണത്തെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടാണെന്നും
പരിവർത്തനത്തെ മുൻനിർത്തി അല്ലെന്നും നിഷ്കർഷിച്ച് വായിച്ചു നോക്കുന്ന ആർക്കും അറിയാമെന്നാണ് എൻ്റെ ധാരണ. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ഹിന്ദു മതത്തിൽ പരിഷ്കാരം വേണമെന്നാണ് ഇവർ ആ ആവശ്യപ്പെട്ട ഗുരുവും കുമാരനാശനോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഈഴവരുടെ അവസ്ഥ അന്നത്തെ അവസ്ഥയാണോ? അല്ല, എത്ര മാറിയിരിക്കുന്നു, വിദ്യാഭ്യാസം കൊണ്ട് തന്നെ എത്ര മുന്നേറിയിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇത് തന്നെയല്ലേ? പരിഷ്കരണത്തിൽ എൻ്റെ ആദർശം മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള ശ്രീനാരായണ മതമാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞേക്കാം. ശ്രീനാരായണ എന്നിട്ടാണ് ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകയുള്ളിൽ നിൻ തിരുമൈ വിട്ട അകലാതെ ചിന്തയും എന്നാണ് ഗുരു ആശാനെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മാപ്പിളമാർ അക്കാലത്ത് എത്രമാത്രം കുഴപ്പങ്ങൾ കാണിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം മറ്റേ ഇതിൽ പറഞ്ഞത് എന്താണ്, ദുരവസ്ഥയിൽ വള്ളാർന്ന ദുഷ്ടമഹന്മതന്മാർ കയറി കൊള്ളയിട്ടാർത്തഹോ തീ കൊളുത്തി വെന്തുപോയൊരു വമ്പിച്ച മനക്കലെ സന്താന വൈലര്യാണി കുമാരി സാവിത്രിയെപ്പറ്റി. കൊള്ളക്കാരൊട്ടാളെ വെട്ടിക്കൊല ചെയ്തും അള്ളാമതത്തിൽ പിടിച്ചു ചേർത്തും ഉള്ളിൽ നടക്കും തിരുക്കിലിരുട്ടിൽ പുള്ളിമാൻ കണ്ണിയാൾ ചാടിപ്പോന്നോൾ. അത് കഴിഞ്ഞ് പറയുക, തെക്കോട്ട് വെച്ച് നടന്ന് ദൂരം ചെന്ന് പൊക്കത്തിലെങ്ങൊരെടുപ്പ് കാണാൻ ഉള്ളിൽ വിളക്കെരിയുന്നുണ്ട് മാപ്പിളപ്പള്ളിയാണെന്ന് ഞാൻ സംശയിച്ചു. ഈ മാപ്പിളമാർ ഇല്ലം ചുട്ട് നശിപ്പിച്ച ശേഷം സാവിത്രി ഇറങ്ങുമ്പോൾ കാണുന്നതാണ്. വെട്ടുവഴിക്ക് അരികത്താകയാൽ നടന്നോട്ട് അടുത്തപ്പോൾ അകത്ത് കേൾക്കായി തിങ്ങി ജനങ്ങൾ സംസാരിപ്പതും ഇടയ്ക്ക് ഇങ്ങനെ ഒരാൾ കൽപ്പിപ്പതും വെള്ളക്കാരെ ചുട്ടൊടുക്കുവിൻ ജന്മിമാരില്ലം ഇടിച്ചു കുളം കൊഴുപ്പിൻ, ഇല്ലം ഇടിച്ചു കുളം കൊഴുപ്പിൻ, അള്ളാഹല്ലാതൊരു ദൈവം മലയാളത്തിൽ ഇല്ലാതാക്കിയിടുവിൻ ഏത് ചെയ്തും, അള്ളാഹല്ലാതൊരു ദൈവം മലയാളത്തിൽ ഇല്ലാതാക്കിയിടുവിൻ ഏത് ചെയ്തും. ഇത് ദുരവസ്ഥയിലുള്ള ഈ ഭാഗം സാധാരണ പറയാറില്ല. അതായത് ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം എന്നുള്ളതാണ് ഈ ജിഹാദികൾ പറയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞാണ്. എത്രയോ കാലം മുമ്പ് അദ്ദേഹം ഒട്ടാൾ മരച്ചെരിപ്പുള്ളവരില്ലാത്തവർ ഒട്ടുപേർ അങ്ങനെ അങ്കണത്തിൽ കഷ്ടം കാണായത് അസംഖ്യം പേരെല്ലാവരും ദുഷ്ടമഹമ്മദ രാക്ഷസന്മാർ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചോന്നെഴും ഏറെ നാട്ടിൽ ജനിച്ചവൾ എന്നാണ് സാവിത്രിയെ പറ്റി പറയുന്നത്. EMS നമ്പൂതിരിപ്പാടൻ ദുരവസ്ഥ എഴുതിയപ്പോൾ ഈ ഭാഗങ്ങളൊന്നും കണ്ടിട്ടില്ല. മാപ്പിള കലാപത്തിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞത് ഈ സാവിത്രിമാരുണ്ടല്ലോ, നമ്പൂതിരിമാര് പുലയരെ കല്യാണം കഴിക്കണം എന്നാണ് അതിന്റെ സന്ദേശം എന്നുള്ള മട്ടിലാണ് EMS ദുരവസ്ഥയെ പറ്റി എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ വ്യാഖ്യാനിച്ച് മാറ്റിയതാ. ദുരവസ്ഥയെ പറ്റി EMS എഴുതിയതിനകത്ത് ഈ മാപ്പിളകളെ പറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് കുമാരനാശൻ എഴുതിയത്. പക്ഷെ അതിനെപ്പറ്റി EMS ഒന്നും പറയുന്നില്ല. EMSും കുടുംബവും തന്നെ ഇരിങ്ങാലക്കുടയ്ക്ക് വെള്ളാങ്ങല്ലൂരില് ഓടിപ്പോയ ആളുകളാണ് കുടുംബവും മാപ്പിളക്കാലത്ത്. എന്നിട്ട് ആഹ്വാനവും താക്കീതും എന്ന് പറഞ്ഞ ലേഖനത്തിൽ പിന്നീട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി EMS എഴുതി ഗറില്ല യുദ്ധം നയിച്ച ആളാണ് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന്. എന്ത് വെളുപ്പിച്ചെടുക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ അന്ന് നടത്തി. അതാ അക്കാലത്തെ ചെഗുവേരയായിരുന്നു വാര്യൻകുന്ന് എന്നാണ് ഈ പറയുന്നത്. ആ കാലത്തൊക്കെ എന്ത് ഗറില്ല ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഹിന്ദുമതത്തിൽ ഒരു വിഘടനം സൃഷ്ടിക്കുക, അതിന് കുറച്ച് ആളുകളെ ഹിന്ദുമതത്തിൽ നിന്ന് തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. എന്നിട്ട് അത് മാക്സിമം പ്രചരിപ്പിക്കും. അവരെയൊക്കെ ജിഹാദികളുടെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ പേറോളിലുള്ളവരായിരിക്കും. അങ്ങനെ കുറെ കാലം മാതൃഭൂമി ആഴ്ചപ്പതിപ്പും ഇങ്ങനെ നടന്നിരുന്നു, ജിഹാദികൾക്ക് വേണ്ടി പതിച്ചു കൊടുത്ത പോലെ. അങ്ങനെ അപ്പോൾ അതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടാവുമല്ലോ. കാരണം മറ്റേ ആറാട്ടുപുഴ വേലായുധ പണിക്കര് പുതുതായിട്ട് മതം മാറി വന്ന ഒരാളാണല്ലോ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കൊന്നത്. അത് കൊല്ലം ജില്ലയിലാണല്ലോ. സിനിമയിൽ ബിനിയൻ വേറെ സവർണരാണ് കൊന്നതെന്ന് കാണിക്കുന്നുണ്ടെങ്കിലും തൊപ്പിയിട്ട കിട്ടൻ എന്ന് പറഞ്ഞ സ്വന്തം കുടുംബത്തിൽ തന്നെ പൊന്നാനിയിൽ പോയി അക്കാലത്ത് തൊപ്പിയിട്ട് വന്ന കിട്ടനാണ് കൊന്നത്. ഇത് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ കൊച്ചുമകനായിരുന്നു നമ്മുടെ ഇവിടെ ധനമന്ത്രിയായിരുന്ന ഹേമചന്ദ്രൻ. അദ്ദേഹം മറ്റേ സുവർണ അരുവിപ്പുറം ശതാബ്ദി സുവനീറിൽ എഴുതിയിട്ടുണ്ട്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ പേരാക്കുട്ടിയായിരുന്നു ഹേമേന്ദ്രൻ. അദ്ദേഹം എഴുതിയിട്ടുണ്ട് MLA ആയിരുന്നു, തൊപ്പിട്ട കിട്ടനാണ് കൊന്നതെന്ന്. അപ്പോൾ
ഇസ്ലാമിൽ നിന്ന് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളാണ് കേരളത്തിലെ ഈഴവർ. അപ്പം അതുകൊണ്ട് അവർ ഈ ജമാഅത്തെ ഇസ്ലാമി അജണ്ടയുടെ കൂടെയൊന്നും അവരെ കൂട്ടിക്കിട്ടാനായിട്ട് നോക്കണ്ട. അവർ ശബരിമല കാലത്ത് കണ്ടതാണ്, കുറേ കാലം CPM ഇവർ കൂലിപ്പട്ടാളാണെന്ന് കരുതിയിരുന്നു. നമുക്ക് വേണ്ടി ഇവരെന്നും കുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു മാറ്റം വരുന്നു. ആ മാറ്റം വന്നതിൽ ചിലപ്പോൾ ഈ അജണ്ടയുടെ പിന്നിൽ CPM ഉണ്ടാവാം. ആ അജണ്ട ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. അത് വെള്ളാപ്പള്ളി ഒന്നും അല്ല അതിലെ വിഷയം. ഈഴവ സമുദായത്തിന് തിരിച്ചറിവുണ്ടായി, അതാണ് വിഷയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.